അങ്ങനെ ലയനവും അംഗത്വവും തേടി നടന്ന് ഒടുവിൽ അൻവറിക്ക തൃണമൂലിൽ അംഗത്വം നേടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പശ്ചിമ ബംഗാൾ വരെ നടക്കേണ്ടി വന്നു ഇക്കയ്ക്ക് ഒരിടം ലഭിക്കാൻ. വഴികളെല്ലാം അവസാനിച്ച് പെരുവഴിയായപ്പോൾ കിട്ടിയ ഇടം ബെസ്റ്റാണിക്ക. എന്തെല്ലാം പുകിലായിരുന്നു. UDF-ലേക്ക്, BJP-യിലേക്ക്, DMK-യിലേക്ക് എല്ലാം സമാപ്തി. എളിമയായിരുന്നില്ല കുറച്ചു നാളായിട്ട് സ്ഥായി ഭാവം. അത് വെച്ച് ദീദിയുടെ അടുക്ക ചെന്നപ്പോ ദീദി പറഞ്ഞു, മനസ്സിലായോ വല്ലോ? പക്ഷെ ഇല്ലാന്ന് പറയാൻ പറ്റുമോ നമ്മുടെ ഇക്കയ്ക്ക്? എല്ലാം മനസ്സിലായതുപോലെ ഇക്കയിരുന്നു. കാരണം അവസാനത്തെ കച്ചിത്തുരുമ്പാണേ. ദീദി എന്നതായാലും മോശം പറയില്ലല്ലോ. വലിയ എന്തോ കാര്യമാണെന്ന് മനസ്സിലാക്കി ഇക്ക എന്ത് ചെയ്തു? അത്രേ ഉള്ളൂ. പണവും പ്രതാപവും ഇനി ഇക്കയ്ക്ക് എന്തിനാ? ഇനിയിപ്പോ ദീദി ഉണ്ടല്ലോ, ദീദിയുടെ സപ്പോർട്ട് ഉണ്ടല്ലോ. എന്നാലും കിട്ടി. എന്നതാ? TMC-യുടെ സംസ്ഥാന കൺവീനർ സ്ഥാനം. എന്തിനാണിത് ഈ ഒരു ആത്മഹത്യയിലേക്ക് പോയെന്നുള്ളത് അറിയില്ല. എന്തിനാ പോയേന്നൊക്കെ ചോദിച്ചാ അതങ്ങനെ പെട്ടെന്നൊന്നും പറഞ്ഞു തരാൻ പറ്റത്തില്ല ഞങ്ങളുടെ ഇക്കയ്ക്ക്. ആകാശത്തിരുന്നത് കിട്ടിയൂല്ല, ഒക്കത്തിരുന്നത് പോവുകയും ചെയ്തപ്പോ വേറെ വഴികളില്ലാഞ്ഞിട്ടാന്ന് ആരോടെങ്കിലും പറയാൻ ഒക്കുവോ? ഇത്രയൊക്കെ പിന്നാലെ നടന്നിട്ടും കോൺഗ്രസ് അടുത്തടുപ്പിക്കാതിരുന്നതിൽ നല്ല വിഷമമുണ്ട് അണ്ണന്. പഠിക്കല് കയറ്റിയില്ലെങ്കിലും കോൺഗ്രസുമായിട്ടൊരു ഹായ് ബായ് ബന്ധം വെച്ചല്ലേ പറ്റൂ ഇക്കയ്ക്ക്. അതിനെന്താണൊരു വഴിയെന്ന് ആലോചിച്ചിരുന്ന ഇക്കയ്ക്ക് ദീദി ഉപദേശിച്ച വഴിയാണോ എന്തോ ഇത്. പാവം, നല്ല വിഷമമുണ്ട് കേട്ടോ. ഈ രോദനം സതീശേട്ടൻ എങ്ങനെ കണ്ടില്ലെന്ന് വെക്കും? അത്രയ്ക്ക് കഠിന ഹൃദയനൊന്നും അല്ലല്ലോ നമ്മുടെ സതീശേട്ടൻ. അതുകൊണ്ട് തന്നെ സതീശേട്ടനും UDF-ഉം അൻവറിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ വിഴുങ്ങിയും ക്ഷമാപണം സ്വീകരിച്ചും അൻവറിനെ പുണ്യാളനാക്കുന്ന ശുഭമുഹൂർത്തം അധികം വിദൂരത്തൊന്നും അല്ല കേട്ടോ. എല്ലാം ഇപ്പോൾ റിക്വസ്റ്റ് മൂടാണ് ഇക്കയ്ക്ക്. മലയോരത്തെ അറിയുന്ന ഒരാളെ മത്സരിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു, എന്നോട് ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു, ജോയിയെ നിർത്താമോ എന്ന് അപേക്ഷിക്കുന്നു. ഡിമാൻഡ് UDF-ന് മുമ്പിൽ വെക്കുകയാണ്. സതീശേട്ടനും അണികൾക്കും ഒക്കെ ക്ഷമിച്ചേ പറ്റൂ. കാരണം എന്തുവാ? ഇവിടുത്തെ കോൺഗ്രസ് ലീഡർഷിപ്പിന്റെ മുമ്പിൽ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന്റെ മുമ്പിൽ എന്നെ ഏറ്റവും വലിയൊരു ശത്രുവാക്കാനുള്ള ഒരു ഗൂഢമായ ആലോചന അതിന്റെ പിന്നിൽ അന്നുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. പാവയ്ക്ക ഒന്നും അറിഞ്ഞിട്ടില്ല. 2021 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ 150 കോടി രൂപയാണ് ഇലക്ഷൻ ഫണ്ട് എന്ന നിലക്ക് കൈക്കൂലിയായി ശ്രീ VD സതീശന്റെ കയ്യിലെത്തിയിട്ടുള്ളത്. അല്ലിക്ക, എല്ലാ കൊട്ടേഷൻ പണികളും ഇക്ക ഇത്ര ആത്മാർത്ഥതയോടെ ചെയ്യുവോ? കേട്ടില്ല, സ്വല്പ ആത്മാർത്ഥത കൂടിപ്പോയോ? ഒരു കാര്യം ഇക്ക പറഞ്ഞത് ശരിയാ. ഇക്ക 9ാം ക്ലാസ്സിൽ നിന്ന് രാഷ്ട്രീയം തുടങ്ങിയതാണേ. അതുകൊണ്ട് തന്നെ ആ 9ാം ക്ലാസ്സുകാരന്റെ ബുദ്ധിയിലാണ് ഇക്ക ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. വനമേഖലാ നിയമ ഭേദഗതി എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഇക്കയുടെ അറസ്റ്റിലൂടെയാണെന്നാണ് ഇക്ക പറയുന്നത്. ഇച്ചിരൂടെ പേരെടുക്കാൻ, ഒരിച്ചിരൂടെ പ്രശസ്തി നേടാൻ തട്ടിക്കൂട്ടിയാണെങ്കിലും സെറ്റ് ചെയ്തെടുത്ത ആ അറസ്റ്റ് നാടകവും ആ 9ാം ക്ലാസ്സുകാരന്റെ ഒരു കുസൃതി തന്നെയായിരുന്നേ. പിന്നെ ഇപ്പോഴുള്ള ഈ മാപ്പ് പറച്ചിലെ എളിമയൊക്കെ കോൺഗ്രസിലേക്ക് ഒന്ന് എത്താനുള്ള കുറുക്കു വഴിയാണെന്ന് നിങ്ങൾക്കറിയാവോ? അറിയില്ലെങ്കിൽ ആരോടും പറയണ്ട കേട്ടോ. അത് സീക്രട്ട് ആക്കി വെച്ചിരിക്ക. അല്ല, സതീശേട്ടനോട് മാപ്പ് ചോദിച്ചപ്പോ രാഹുൽ ഗാന്ധിയോട് ഇക്കയുടെ മുന്നിൽ അങ്ങനെയൊന്നും പറയാനാകൂല. രാഹുൽ ജിയോട് മാപ്പ് പറയുന്നില്ലേമോ? ഇനിയിപ്പോ എന്നതായാലും DNA-യുടെ ആവശ്യമൊന്നും വരത്തില്ല. അതൊക്കെ അന്നൊരു അബദ്ധം പറ്റിയതായിരിക്കുമെന്ന്. 9-ൽ തുടങ്ങിയ രാഷ്ട്രീയ പ്രവർത്തനം അല്ലയോ? അപ്പൊ അതും ആരെങ്കിലും പറഞ്ഞ് ചെയ്യിപ്പിച്ചതാവാനാണ് സാധ്യത. എന്നതൊക്കെ ആയാലും ഇനിയിപ്പോ അൻവറിക്കയുടെ ഉടലും ഉയിരും പശ്ചിമഘട്ടത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണെന്നാണ് ഇക്ക വെളിപ്പെടുത്തിയത്. ആ ലേബൽ വെച്ചുകൊണ്ടുള്ള ചാട്ടം എങ്ങോട്ടാണെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ ഈ നാടകങ്ങളൊക്കെ വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാലും ഒക്കെ വെള്ളം തൊടാതെ വിശ്വസിക്കുന്നുവെന്ന് പാവപ്പെട്ട മാലോകർ. ഒപ്പ്.